സാക്ഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു വരുമാനവും കാണാതെ മുതൽ മുടക്കാൻ കഴിയുന്നതാണ് സാക്ഷ്യ ജീവിതം. ഒരു വരുമാനവും കാണാതെ മേരി മാഗ്ഡലിൻ ആൾ മരിച്ചു എന്ന് അറിഞ്ഞിട്ട് പോലും അവളൊന്ന് എൻ്റെ കർത്താവെന്ന് വിളിച്ചല്ലോ. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ എന്താണ്, ഞാൻ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ റിസ്ക് ഞാൻ എടുത്തോളാമെന്ന്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ടി റിസ്ക് എടുക്കുന്നവരുണ്ടെങ്കിലേ അവരാണ് നമ്മുടെ യഥാർത്ഥ ആത്മമിത്രങ്ങളെന്നും ബന്ധുക്കളെന്ന് പറയുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊണ്ട് റിസ്ക് എടുക്കുന്നുണ്ട്. മേരി മാഗ്ഡലിൻ അതിൻ്റെ ഒന്നാം സാക്ഷിയാണ്. ക്രിസ്തുവുമായിട്ട് നിൽക്കുമ്പോൾ ഈ ടെസ്റ്റിൽ നമ്മൾ ജയിക്കണം. ഈ ടെസ്റ്റിൽ 10 ദിവസം തോറ്റു മടങ്ങിപ്പോയില്ലേ, അത് തോൽവിയാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും സ്കാൻ ചെയ്ത പത്രോസിന് യോഹന്നാൻ്റെ ഒരു തോൽവിയാണ് ഈ മടങ്ങിപ്പോക്ക്. അതിൻ്റെ വിജയിച്ചത് ആരാണ്? അതിന് കിട്ടിയ സമ്മാനം എന്താണെന്നറിയാമോ? പുനരുദ്ധാനം ചെയ്ത യേശുവിനെ തന്നെ ഇപ്പോൾ ഈ പത്രോസ് കാണേണ്ടതായിരുന്നു. ആദ്യം യോഹന്നാൻ കാണേണ്ടതായിരുന്നു. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനെന്നൊക്കെ ഈ മനുഷ്യൻ സ്വന്തമായിട്ട് ബൈബിൾ എഴുതിയപ്പോൾ അതിൻ്റെ എഴുതി ചേർത്ത കാര്യമാണ്. കാരണം യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് പറയണത് നമുക്കറിയാം. അങ്ങനെ ആയിരുന്നെങ്കിലേ ഈ മനുഷ്യൻ മടങ്ങി പോവുമായിരുന്നു. ഇവരൊക്കെ കാലാന്തരത്തിൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ബോധവും വെളിയും ഒക്കെ വന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകണത്. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് മനസ്സിലാക്കിയ ആളാണ് മേരി മാഗ്ഡലിൻ. അവൾ എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എന്ന് തോമസ് വിളിക്കണ മുമ്പ് ആദ്യം വിളിച്ച ആരാണ്? എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോകുന്ന മേരി മാഗ്ഡലിനാണ്. അപ്പോസ്തലനേക്കാൾ വലിയ സാക്ഷ്യമാകാൻ നമുക്ക് കഴിയും. ഓർക്കുക, പിതാവിൻ്റെയും